ഗ്രൂപ്പിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. MG യൂണിവേഴ്സിറ്റി ബികോംസ് M2 ഇഷ്യൂസ് ദാറ്റ് മാറ്ററിലെ ഒന്നാമത്തെ ലെസൺ ദി അൺസറണ്ടേർഡ് പീപ്പിൾ കെൻസാബുറ ഒയെ എന്ന ജാപ്പനീസ് എഴുത്തുകാരന്റെ ലേഖനമാണ്. ഇതിലെ അടുത്ത മൂന്നാം ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: അമേരിക്കക്കാര് അത് ജപ്പാനിലായിരുന്നു ആ ബോംബ് വർഷിക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം മറ്റൊരിടത്തും അവർ ചെയ്തില്ല. അത് ആഫ്രിക്കയിലെ കോങ്കോയിലെ ലിയോപോൾഡ്വിലെ എന്ന സിറ്റിയിലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഒരു സാങ്കല്പിക സാഹചര്യം ചിന്തിക്കുവാൻ നമ്മളോട് പറയുകയാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജീവൻ പോലും ബാക്കിയില്ലാതെ അവർ പൂർണ്ണമായും മരണത്തിന് കീഴടങ്ങുമായിരുന്നു. ആ ജനത മുഴുവനും ജാപ്പനീസ് ജനതയെ പോലെ തിരിച്ചു പിടിച്ചു കയറുവാനുള്ള മനോധൈര്യമോ കരുത്തോ അല്ലെങ്കിൽ ഒന്നും ആ ജനതയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതറിയാമായിരുന്നുകൊണ്ട് തന്നെ ബോംബ് വർഷിക്കാൻ തീരുമാനിച്ചവര് ജാപ്പനീസ് ജനതയ്ക്ക് അതിനെതിരെ പ്രതിരോധിച്ച് തിരിച്ചു കയറാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ തീർച്ചയായിട്ടും ആ തീരുമാനമെടുത്തത്. ഒരുപക്ഷെ ലിയോപോൾഡ്വില്ലയിലെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും അത് അവർ ചെയ്യുകയില്ലായിരുന്നു. ഓൾ ദ പീപ്പിൾ വുഡ് ഹാവ് ബീൻ ഡൂംഡ്. കാരണം എന്താണെന്നറിയുമോ? അവിടുത്തെ മനുഷ്യർ മുഴുവനും സർവനാശത്തിലേക്ക് ഡൂംഡ് ടു ഡെത്ത് വിത്ത് നോ സൈൻ ഓഫ് ഹോപ്പ് ടു ബി ഫൗണ്ട്. പ്രതീക്ഷയ്ക്ക് ഒരു കണം പോലും ബാക്കിയില്ലാതെ ചത്തൊടുങ്ങുമായിരുന്നു. സച്ച് എ സെനാറിയോ ഈസ് ഷോക്കിംഗ് ടു ഈവൻ ദ ടഫസ്റ്റ് മൈൻഡ്. അത്തരമൊരു സാഹചര്യം സംഭവിച്ചാൽ എന്തായിരിക്കും? ഏറ്റവും കഠിന ഹൃദയന് പോലും അത് വളരെ ഷോക്കിംഗ് ആയ ഒരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ബാക്കി ഭാഗത്തേക്ക്. അൺലെസ് സം സ്ലേവ് ഡ്രൈവേഴ്സ് ഡിസെൻഡന്റ് ഹാഡ് ബീൻ അവൈലബിൾ ടു മേക്ക് ദ ഡിസിഷൻ. ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിൽ അടിമക്കച്ചവടം നടത്തുന്ന ആ അമേരിക്കൻ പൂർവികരുടെ വെള്ളക്കാരുടെ ആ പിൻതലമുറക്കാര് വല്ലരും ഇനിയും ആഫ്രിക്കയിലെ ലിയോപോൾഡ്വില്ലയിലോ അവിടെ എവിടെയെങ്കിലും ഒരുപക്ഷെ, അല്ലെങ്കിൽ ആ അനുഭവസ്ഥരായ ആഫ്രിക്കൻ ഗ്രാമങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്, പരിതാപകരമായ ദയനീയ അവസ്ഥയെക്കുറിച്ച്, അവരുടെ ദൈന്യതയെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ആ ബോംബ് വർഷിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ ടീമിന്റെ ആറ്റോമിക് ബോംബ് വർഷിക്കുന്ന ടീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ, ആ ചർച്ചയിലും ആ തീരുമാനമെടുക്കലും ആ ഡിസിഷനിലും അവരുണ്ടായിരുന്നുവെങ്കിൽ, ആറ്റം ബോംബ് വർഷിക്കാനുള്ള ലിയോപോൾഡ്വില്ലയിൽ ആറ്റം ബോംബ് വർഷിക്കാനുള്ള അവരുടെ തീരുമാനമുണ്ടല്ലോ, ഇനി ഒരു ഡേറ്റ് പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങേ അനന്തവിദൂരതയിലേക്ക് മാറ്റിവെക്കപ്പെടുമായിരുന്നു. വുഡ് ഹാവ് ബീൻ പോസ്റ്റ്പോൺഡ് വിതൗട്ട് സെറ്റിംഗ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഭാവിയിലെ ഒരു തീയതി ആവട്ടെ, അന്ന് നമുക്ക് അവിടെ വർഷിക്കാം എന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റിവെക്കുകയില്ല. സർവം എന്നേക്കുമായി മാറ്റിവെക്കപ്പെടുമായിരുന്നു. ഒരിക്കലും ലിയോപോൾഡ്വില്ലയിൽ ബോംബ് വർഷിക്കാൻ അവർ തീരുമാനിക്കുകയില്ലായിരുന്നുവെന്ന്. കാരണം അത്രയ്ക്ക് പ്രതിരോധശേഷിയില്ലാത്ത ജനതയാണ്. പക്ഷെ ജാപ്പനീസ് ജനത അങ്ങനെയല്ല എന്ന് പറഞ്ഞു വരികയാണ് കെൻസാബുറ ഒയെ. വാട്ട് ആക്ച്വലി ഹാപ്പൻ ഇൻ ഹിരോഷിമ when the atomic bomb was in fact dropped was not quite as horrible as the preceding scenario. തൊട്ടു മുമ്പ് പറഞ്ഞില്ലേ, ആ സെനാറിയോ, ആ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇവിടെ ഹിരോഷിമയിൽ സംഭവിച്ചത്. What actually happened in Hiroshima when the atomic bomb was in fact dropped was not quite as horrible. അതുകൊണ്ട് ഹിരോഷിമയിൽ ആറ്റോമിക് ബോംബ് വർഷിക്കുമ്പോൾ ഉള്ള സാഹചര്യമുണ്ടല്ലോ, തൊട്ടു മുമ്പ് പറഞ്ഞ സെനാറിയോയിൽ നിന്നും അത്രയ്ക്കൊന്നും ഭീകരമാകുകയില്ല എന്ന് അറിയാമായിരുന്നു അവർക്ക്. ഫോർ വൺ തിങ്, ഒരു കാരണം മതി. ദ പീപ്പിൾ ഹൂ സർവൈവ്ഡ് ഇൻ ഹിരോഷിമ മെയ്ഡ് നോ പർട്ടിക്കുലർ എഫേർട്ട്. ഹിരോഷിമയിൽ അതിജീവനം നടത്തിയ ആ ജനതയുണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു പരിശ്രമവും നടത്തിയില്ല. എന്തിനെന്നറിയാം? ടു ഇംപ്രസ് ഓൺ ദോസ് ഹു ഡ്രോംഡ് ദ ബോംബ് വാട്ട് എ ഡ്രെഡ്ഫുൾ തിങ് ദേ ഹാഡ് ഡൺ. അതായത്, നിങ്ങൾ എത്ര ഭീകരമായ മാരകമായ പ്രഹരശേഷിയുള്ള ആയുധമാണ് ഞങ്ങളുടെ മേൽ പ്രയോഗിച്ചത്, അല്ലയോ അമേരിക്കക്കാരെ, അമേരിക്കൻ വൈമാരികരെ എന്ന് പറയാൻ, അവരെ ഇംപ്രസ് ചെയ്യിച്ച് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ജാപ്പനീസ് ജനത പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നാണ് പറയുക. ഈവൻ ദോ ദ സിറ്റി വാസ് utterly devastated and had become a vast ugly death chamber. ആ നഗരം മുഴുവനും ഒരു വൃത്തികെട്ട ചാരക്കൂമ്പാരമായി മാറിയിരുന്നു, മരണത്തിന്റെ ഒരു ഡെത്ത് ചേംബറായി മാറിയിരുന്നു. എങ്കിൽ കൂടി ദ ഹിരോഷിമ സർവൈവേഴ്സ് ഫസ്റ്റ് began struggling to recover and rebuild. അവരാദ്യം ശ്രമിച്ചത് എന്താണെന്നറിയാമോ? സഹതാപം പിടിച്ചു പറ്റാനല്ല ശ്രമിച്ചത്, പിന്നെയോ സ്ട്രഗിൾ ചെയ്തത് അവർക്ക് റിക്കവർ ചെയ്യാനും റീബിൽഡ് ചെയ്യാനുമുള്ള ആദ്യ പരിശ്രമങ്ങളിൽ അവർ ഏർപ്പെടുകയായിരുന്നു, മുഴുകുകയായിരുന്നു എന്ന്. They did so. അവരെന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? Of course for their own sake. ശരിയാണ്, അവർ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയൊന്നുമല്ല, അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ അതിജീവനത്തിന് വേണ്ടിയും തന്നെയാണ് അവർ ചെയ്തത്. പക്ഷേ ഡൂയിങ് സോ, അങ്ങനെ ചെയ്യുമ്പോൾ served also the lesson
serve also to lessen the burden on the conscience of those who had dropped the atomic bomb. ആറ്റം ബോംബ് വർഷിച്ച ആ അമേരിക്കൻ ജനതയും വൈമാനികരും ഭരണകൂടവുമില്ലേ, അവർക്കുണ്ടാകുന്ന മനസാക്ഷി ഭാരമുണ്ടല്ലോ, അത് കുറയ്ക്കുവാനെങ്കിലും തീർച്ചയായിട്ടും ഇവരുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ആ പൊരുതലുണ്ടല്ലോ, അത് സഹായകരമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. The recovery effort has continued for 2 decades. 2 ദശകങ്ങൾ, 20 കൊല്ലക്കാലം ഈ അതിജീവനത്തിനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് കണ്ടിന്യൂസ് ഈവൻ നൗ, ഒരുപക്ഷെ അത് തുടരുകയും ചെയ്യുകയാണ് ഇന്നും എന്ന് പറയുകയാണ്. The fact that a girl with leukemia goes on suffering all her life. നോക്കൂ, ഒരു പെൺകുട്ടി, അവൾക്ക് രക്താർബുദമാണെന്ന് വിചാരിക്കുക, അവള് അത് ജീവിതകാലം മുഴുവനും ആ രോഗത്തിന്റെ പീഡ അനുഭവിച്ച്, യാതന അനുഭവിച്ച് മുന്നോട്ട് ജീവിതം തള്ളി നീക്കുകയാണ്. നോട്ട് കമ്മിറ്റിംഗ് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യാതെ അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഷുവർലി ലെസൺസ്, അതെ തീർച്ചയായും അതെ, അത് കുറവ് ചെയ്യുന്നുണ്ട്. ബൈ ജസ്റ്റ് 1 person's പോർഷൻ, ഒരാളുടെ ഭാഗത്തെങ്കിലും. ദി ആറ്റോമിക് ബോംബ് ഡ്രോപ്പേഴ്സ് ബേർഡൻ ഓഫ് കൺസയൻസ്. ആറ്റം ബോംബ് വർഷിച്ചില്ലേ, ആ ആറ്റം ബോംബ് വർഷിച്ച ആ ഡ്രോപ്പറുടെ മനസാക്ഷി ഭാരത്തെ കുറയ്ക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. അത്രയെങ്കിലും ആ രക്താർബുദം ബാധിച്ച ആ പെൺകുട്ടിയുടെ ദുഃഖവും ദുരിതവും വേദനയും മനസാക്ഷിയുടെ പ്രതിസന്ധിയും ഒന്നും കുറയുന്നില്ല ഒരളവ് പോലും. എങ്കിലും അത് ആര് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, അയാളുടെ മനസാക്ഷി ഭാരം കുറയ്ക്കുവാനായിട്ട് ഈ പ്രതിരോധം, ഇത് തീർച്ചയായും ആ ജാപ്പനീസ് ജനത കാണിക്കുന്ന ഈ ചുറുചുറുക്കുന്മേഷം സഹായിക്കും എന്ന് പറഞ്ഞു പോവുകയാണ് കെൻസാബുറ ഓയെ തന്റെ ലേഖനത്തിൽ. അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ 8ാം പേജിൽ ഇങ്ങനെ പറയുന്നു: ഇറ്റ് ഈസ് ക്വൈറ്റ് അബ്നോർമൽ ദാറ്റ് പീപ്പിൾ ഇൻ വൺ സിറ്റി ഷുഡ് ഡിസൈർ ടു ഡ്രോപ്പ് ആൻ ആറ്റോമിക് ബോംബ് ഓൺ ദ പീപ്പിൾ ഇൻ അനദർ സിറ്റി. നോക്കൂ, ഒരു നഗരത്തിലെ ജനത മുഴുവനും മറ്റൊരു നഗരത്തിലെ ജനതയുടെ മേലെ ആറ്റം ബോംബ് വർഷിക്കുക വേണ്ടിയിട്ട് അസാധാരണമായ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സ്വാഭാവികമുള്ള ഒരു കാര്യമേ അല്ല, അത് തീർച്ചയായും അസ്വാഭാവികമാണെന്ന് പറയാൻ. അങ്ങനെ ഒരു ജനത മറ്റൊരു ജനതയെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നില്ല ലോകത്തിൽ. പിന്നെയോ ആ ചിന്ത എവിടെ നിന്നുണ്ടാകുന്നുണ്ട്? അതെ, അത് ഭരണകൂടത്തിന്റെ മൃഗീയതയിൽ നിന്നുണ്ടാകുന്നു എന്ന് കെൻസാബുറയെ പറയാതെ പറഞ്ഞു പോകുന്നു. The scientists involved cannot possibly have lacked the ability to imagine the hell that would issue from the explosion. നോക്കുക, ഇതിനൊക്കെ കാരണക്കാരായിട്ട് ആറ്റം ബോംബ് നിർമ്മിച്ച് അത് ഉപയോഗിക്കാൻ കൊടുത്തുവിടുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവർക്ക് അതിൽ ഇൻവോൾവ് ചെയ്ത ശാസ്ത്രജ്ഞന്മാർ, they cannot possibly have lacked, ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാൻ, അതിന്റെ കുറവുണ്ടായിട്ടുണ്ടാവാൻ ഇടയില്ല. ഏതിന്റെ കുറവ്? the ability to imagine the hell that would issue from the explosion. ഈ ബോംബ് സ്ഫോടനത്തിൽ നിന്ന് എത്രമാത്രം പ്രഹരമാണ്, എത്രമാത്രം പ്രത്യാഘാതമാണ് ജനതയ്ക്ക്, ലോകത്തിന്, ഭൂമിക്ക് അല്ലെങ്കിൽ ആ നഗരത്തിനുണ്ടാവുക എന്ന് സങ്കല്പിക്കാൻ കഴിവില്ലാത്തവരായിരിക്കും ആ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ദ ഡിസിഷൻ നെവർദലെസ് വാസ് മെയ്ഡ്. പക്ഷേ ആ തീരുമാനം അതെ സംഭവിച്ചു പോയി, നടന്നുപോയി. ഐ പ്രിസ്യൂം ദാറ്റ് ഇറ്റ് വാസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് സം കാൽക്കുലേഷൻ. ഞാൻ ഊഹിക്കുന്നു, അതായത് ഐ പ്രിസ്യൂം ദാറ്റ് ഇറ്റ് വാസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് സം കാൽക്കുലേഷൻ ഓഫ് എ ബിൽറ്റ് ഇൻ ഹാർമണി ബൈ വെർച്യൂ ഓഫ് വിച്ച്, അതെ ഒരു ബിൽറ്റ് ഇൻ ഹാർമണി ഉണ്ടായെ കുറിച്ച് അവർ ചിന്തിച്ച് കാണണം. എന്താണ് ബിൽറ്റ് ഇൻ ഹാർമണി? അതെ, ജാപ്പനീസ് ജനതയിൽ അവരിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ദൈവം സൃഷ്ടിപരമായി തന്നെ അവരിൽ അതെ പുനർജീവനത്തിനുള്ള കരുത്ത് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബിൽറ്റ് ഇൻ ഹാർമണിയെ കുറിച്ച് അവർ ധരിച്ചിരുന്നിരിക്കണം. ബൈ വെർച്യൂ ഓഫ് വിച്ച്, അതിന്റെ ഗുണം കൊണ്ട്, ഇഫ് ദ ഇൻക്രെഡിബിളി ഡിസ്ട്രക്റ്റീവ് ബോംബ് വേർ ഡ്രോപ്ഡ്, അവിശ്വസനീയമായ ഇൻക്രെഡിബിളി ഡിസ്ട്രക്റ്റീവ് വിനാശകരമായ ബോംബ് വർഷിക്കപ്പെടുകയാണെങ്കിൽ കൂടി, the greatest effort in history would be to counterbalance the totality of the enormous evil to follow. അതിനെ തുടർന്നുണ്ടാവുന്ന ആ enormous evil, അതായത് ഭീകരമായ തിന്മയും പ്രത്യാഘാതവും ഉണ്ടല്ലോ, അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുവാൻ, അതിനെ തുലനം ചെയ്യുവാനായിട്ട്, അതിന്റെ സമഗ്രതയിൽ അതിനോട് ഒപ്പത്തിനൊപ്പം നിന്ന് പൊരുതുവാനായിട്ട് ഉള്ള ഏറ്റവും വലിയ പരിശ്രമം, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശ്രമം നടക്കും എന്ന് അറിയാമായിരുന്നു ഒരുപക്ഷെ ബോംബ് വർഷിച്ചവർക്ക് എന്ന് തോന്നുന്നു. ഇൻഹ്യൂമൻ ഡാമേജ് കോസ്ഡ് ബൈ ദിസ് ഡെമോണിക് വെപ്പൺ, ഈ പൈശാചികമായ ആയുധം, ഈ ഡെമോണിക് വെപ്പൺ, അത് പ്രയോഗിക്കുമ്പോഴുണ്ടാവുന്ന മനുഷ്യത്വരഹിതമായ ഡാമേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നഷ്ടം, കേടുപാട് അതുമൂലം ഉണ്ടാകുന്നത്, ഇറ്റ് വുഡ് ബി മിറ്റിഗേറ്റഡ് മീൻസ് reduced by the humane effort of those struggling to find what hope they could in that desperate situation എന്ന് പറയാണ്. ഇത്രയും വിനാശകരമായ നിരാശാജനകമായ ഈ സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാതെ പൊരുതുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന, വിഷമിക്കുന്ന ആ മാനുഷിക പരിശ്രമങ്ങളുടെ ഒക്കെ ഉണ്ടല്ലോ,
അവരുടെ വേദനയെ ഈ ആയുധത്തിന്റെ ആ ഇൻഹ്യൂമൻ ഡാമേജ്, ആയുധമുണ്ടാക്കിയ മനുഷ്യത്വരഹിതമായ ആ കേടുപാടുണ്ടല്ലോ, ഡാമേജ് ഉണ്ടല്ലോ, ഈ മൃഗീയമായ പൈശാചികമായ ആയുധം, അതിനെ കുറയ്ക്കുവാനായിട്ട് ആ ഹ്യൂമൻ എഫേർട്ടിന് പരിശ്രമിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഹ്യൂമൻ എഫേർട്ട് എന്ന് പറയുമ്പോൾ ജാപ്പനീസ് ജനതയുടെ ഹ്യൂമൻ എഫേർട്ട് ഉണ്ട്, ജപ്പാനിൽ സഹായത്തിനെത്തിയ അമേരിക്കൻ ഡോക്ടർമാരുടെ ഹ്യൂമൻ എഫേർട്ട് ഉണ്ട്, അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ദ നോഷൻ ഓഫ് ബാലൻസിങ്, അതായത് തിന്മയുടെ ഈ ശക്തിയോട്, ഈവിളിന്റെ ഈ പവറിനോട് ബാലൻസ് ചെയ്യുവാൻ തുല്യ അളവിലുള്ള നന്മ അത് ശ്രമിക്കുകയായിരുന്നു. ആ സങ്കല്പമുണ്ടല്ലോ, ആ നോഷൻ ഉണ്ടല്ലോ, ദ നോഷൻ ഓഫ് ബാലൻസിങ് ഓൾസോ റിഫ്ലെക്ട്സ് എ കോൺഫിഡൻസ്. അതും ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് പകർന്നു നൽകുക. എന്തിനെ കുറിച്ചുള്ള ആത്മവിശ്വാസം? മനുഷ്യന്റെ കരുത്തിനെ കുറിച്ചുള്ള, ഹ്യൂമൻ സ്ട്രെങ്തിനെ കുറിച്ചുള്ള, ഹ്യൂമാനിസത്തെ കുറിച്ചുള്ള. ഇറ്റ്സെൽഫ് എ റിഫ്ലക്ഷൻ ഓഫ് കോൺഫിഡൻസ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹ്യൂമാനിസം. മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ കരുത്തിലുള്ള ഒരു ആത്മവിശ്വാസം പുനർജനിക്കുകയാണ്. അതേക്കുറിച്ചുള്ള പ്രതിഫലന ചിന്തയാണ് ഈ തിന്മയെ അതിജീവിക്കാൻ മനുഷ്യർ നടത്തിയ ആ തുല്യ പ്രവർത്തനം. ബട്ട് ഇറ്റ് ഈസ് ദ അറ്റാക്കിംഗ് ബുൾസ് കോൺഫിഡൻസ്. അത് ഒരു ആക്രമിക്കുന്ന ചെന്നായുടെ ആത്മവിശ്വാസമാണെന്ന് പറയേണ്ടി വരും. ഇൻ ദ സ്കേപ്പ് ഗോഡ്സ് എബിലിറ്റി ടു സെറ്റ് തിങ്സ് സ്ട്രൈറ്റ്. ഞാൻ ബലിമൃഗമാക്കുന്ന ആ മനുഷ്യർക്ക് അതിൽ നിന്ന് സ്വയം മോചിപ്പിക്കപ്പെടാനുള്ള ദൈവസിദ്ധമായ കഴിവുണ്ട്. അതുകൊണ്ട് സാരമില്ല ഞാൻ ചെയ്ത തെറ്റ് എന്ന് ആക്രമിക്കുന്ന ചെന്നായ സ്വയം സമാശ്വസിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് പറയാണ്. ആഫ്റ്റർ ദ പിറ്റിലെസ് ഡാമേജ് ഇസ് ഡൺ, ദയാർഹിക്കാത്ത അല്ലെങ്കിൽ ദയാശൂന്യമായ ആ നഷ്ടം ആ നഗരത്തിന് മേൽ വരുത്തി വച്ചിട്ട് സ്വയം സമാധാനിക്കുന്ന ആ ചെന്നായയുടെ ആ മനസ്ഥിതി ഉണ്ടല്ലോ, അതുപോലെയാണെന്ന് പറയാണ്. ദിസ് ഈസ് ദ ഗ്രൂസം നൈറ്റ്മെയർ. ഇത് ഭീകരമായ പേടി സ്വപ്നമാണ്. ഐ ഹാവ് അബൌട്ട് ഹ്യൂമാനിസം. ഈ മാനവികതയെ കുറിച്ച് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. എന്താണ് സ്കേപ്പ് ഗോട്ട് എന്ന വാക്ക്? സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ബലിയാടാക്കുക എന്ന പ്രയോഗം നമുക്ക് ഇപ്പോഴും മലയാളത്തിൽ പോലും ഉണ്ട്. എ സ്കേപ്പ് ഗോഡ് വാസ് എ ലിറ്ററൽ ഗോഡ്. അത് സാഹിത്യത്തിൽ പ്രയോഗിക്കുന്ന ഒരു ആടാണ്. ഓൺ വിച്ച് എ കമ്മ്യൂണിറ്റി വുഡ് പ്ലേസ് ദ ബ്ലെയിം ഫോർ ദെയർ സിൻസ്. ഒരു സമൂഹം മുഴുവനും അവർ ചെയ്ത തിന്മകളുടെയും പാപങ്ങളുടെയും കുറ്റം മുഴുവനും ഒരു ആടിൽ ആരോപിക്കുന്ന ചരിത്രത്തിലെ ഒരു കഥയുണ്ട്. ആ കഥയിൽ നിന്നാണ് ഈ സ്കേപ്പ് ഗോഡ് എന്ന ഇംഗ്ലീഷ് പ്രയോഗം ഉണ്ടാകുന്നത്. ദിസ് ഈസ് ദ ഗ്രൂസം നൈറ്റ് മെയർ ഐ ഹാവ് അബൌട്ട് ഹ്യൂമാനിസം. മാനവികതയുടെ മാനവികത എന്ന വാക്കിനെ കുറിച്ച് പറയുമ്പോഴുണ്ടല്ലോ എനിക്ക് തോന്നുന്ന ആ ഭീകരമായ പേടി സ്വപ്നം ഇത് തന്നെയാണ് എന്ന് പറയുകയാണ്. പെർഹാപ്സ് ഇറ്റ് ഈസ് നോ മോർ ദാൻ ആൻ ഓവർ ആൻഷ്യസ് ഡെലൂഷൻ ഓഫ് മൈൻഡ്. എൻ്റെ അമിതോത്കണ്ഠ നിറഞ്ഞ ഈ ചിന്തകളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരുപക്ഷെ ഉടലെടുത്തതായ അതിനപ്പുറത്തേക്ക് വേറൊന്നും ആയിരിക്കില്ല അത്. പക്ഷേ ഐ തിങ്ക് ഓഫ് ദ പേഷ്യൻസ് ഓഫ് ദ ആറ്റമിക് ബോംബ് വിക്ടിംസ് ക്വയറ്റ്ലി അവൈറ്റിംഗ് ദർ ടേൺസ്. എനിക്ക് തോന്നുന്നു ആറ്റം ബോംബിന് ഇരയാക്കപ്പെട്ട ആളുകൾ കാത്തു നിൽക്കുകയാണ്, ക്യൂ പാലിക്കുകയാണ്. എന്തിന്? ഡോക്ടർമാർ ഇനി തങ്ങളുടെ ഊഴമാകുമ്പോൾ ഫോർ ദർ ടേൺസ്. ടേൺ എന്ന് പറഞ്ഞാൽ ഊഴമാണ്. അവൈറ്റിംഗ് മീൻസ് കാത്തിരിക്കുകയാണ് അവര്. ഇൻ ദ വെയിറ്റിംഗ് റൂമിൽ ഓഫ് ദി ആറ്റമിക് ബോംബ് കാഷ്വാലിറ്റി. ആറ്റം ബോംബിന്റെ കാഷ്വാലിറ്റിയിൽ കമ്മീഷൻ ഓൺ ദ ടോപ്പ് ഓഫ് ഹിജിയാമ ഹിൽ. ജപ്പാനിലെ ഒരു കുന്നോരമാണ്, കുന്നിൻ പ്രദേശമാണ് ഹിജിയാമ ഹിൽ. ഹിജിയാമ ഹില്ലും അതിനടുത്തൊരു പാർക്കുമൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ ആ ആറ്റമിക് ബോംബ് കാഷ്വാലിറ്റി കമ്മീഷൻ അവിടെ പ്രവർത്തന സജ്ജമാകുമ്പോൾ അവിടെ ഓരോരുത്തരും ഓരോ മുറിയിൽ കാത്തിരിക്കുകയാണ് തങ്ങളുടെ ഊഴമാകാൻ. എത്രയോ നീണ്ട ക്യൂകളുടെ പുറകിലാണെന്ന് ഓർക്കണം. ഭീകരമായി പരിക്കേറ്റവർ കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ മുറിയോ കൃത്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങളോ മരുന്നോ ഒന്നുമില്ലാതെയാണ് ഡോക്ടർമാർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദർ സ്റ്റോയിസിസം ഗ്രേറ്റ്ലി റെഡ്യൂസസ്. അവർ കാണിച്ച ആ ക്ഷമയുണ്ടല്ലോ, ആ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ഭീകരമായ വേദന പേറുമ്പോഴും തങ്ങളുടെ ഊഴത്തിന് വേണ്ടി കാത്തുനിന്ന ആ ജാപ്പനീസ് ജനത, ആ ഓർമ്മയുണ്ടല്ലോ, ഗ്രേറ്റ്ലി റെഡ്യൂസസ് ദ ഇമോഷണൽ ബർഡൻ ഓഫ് ദി അമേരിക്കൻ ഡോക്ടേഴ്സ് വർക്കിംഗ് ദർ. അവിടെ ജോലി ചെയ്ത അമേരിക്കൻ ഡോക്ടർമാരുടെ വൈകാരിക ഭാരമുണ്ടല്ലോ ഒരുപാട് കുറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഐ ഹാവ് ലിറ്റിൽ നോളജ് ഓഫ് ദ ബൈബിൾ. ഇനി കെൻസാബറയെ പറയുകയാണ്, എനിക്ക് ബൈബിളിനെ കുറിച്ച് ഒരുപാട് അറിവൊന്നുമില്ല. ഇറ്റ് സീംസ് ടു മീ ദാറ്റ് എനിക്ക് തോന്നുന്നു, വെൻ ഗോഡ് മെയ്ഡ് ദ റെയിൻഫോൾ ഫോർ 40 days, ദൈവം ബൈബിളിലെ ഒരു ഭാഗത്ത്, പഴയ നിയമത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് 40 ദിവസം തുടർച്ചയായി മഴ പെയ്ച്ചു. ആൻഡ് നൈറ്റ്സ്, 40 പകലും 40 രാത്രിയും മഴ പെയ്ച്ചു. ദൈവം പൂർണ്ണമായും വിശ്വസിച്ചു നോഹിനെ. ഹി ഫുള്ളി ട്രസ്റ്റഡ് ദാറ്റ് നോഹ് വുഡ് റീബിൽഡ് ഹ്യൂമൻ സൊസൈറ്റി. നോഹ് മാനവരാശിയെ പുനഃസൃഷ്ടിക്കുമെന്ന്. ആഫ്റ്റർ ദ ഗ്രേറ്റ് ഫ്ലഡ് ആൻഡ് ഈ മഹാപ്രളയത്തിന്റെ ഒടുവിൽ ഈ ലോകത്തെ വീണ്ടും പുതുക്കി നിർമ്മിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഇഫ് നോഹ് ഹാഡ് ബീൻ എ ലേസി മാൻ, നോഹ് ഒരു മടിയനായിരുന്നെങ്കിൽ, ഓർ എ ഹിസ്റ്റീരിക്കൽ മാൻ,
ഒരു മുഴുഭ്രാന്തനായിരുന്നെങ്കിൽ, given to despair, നാശങ്ങളിൽ നിന്ന് പേടിച്ചോടി സ്വയം ഉന്മത്തനാകുന്ന ഒരു മാനസികാവസ്ഥയുള്ളവനായിരുന്നെങ്കിൽ, then there would have been great consternation in God's heaven. ദൈവത്തിന്റെ സ്വർഗത്തില് പിന്നെ ഒരു വലിയ മഹാത്മ്യം ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് പറയുകയാണ്. ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, നോ ഹാഡ് ദ നീഡഡ് വിൽ. പക്ഷേ നോഹിന് അവിടെ ആവശ്യമായ വിൽ പവർ ഉണ്ടായിരുന്നു പുനഃസൃഷ്ടിക്കുവാനായിട്ട് എന്ന്.